ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു യൂട്യൂബ് ചാനൽ ലൈഫ് വിത്ത് എൽഡർ ആൻഡ് നീനു. അപ്പോൾ ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് സ്പെഷ്യൽ ഡേ വിശേഷങ്ങളുമായിട്ടാണ്. അപ്പോൾ വിശേഷങ്ങൾ എന്താണെന്ന് നീനു പറയും അല്ലേ? അപ്പോൾ കുറേ നാൾക്ക് ശേഷം നമ്മൾ വീണ്ടും വീഡിയോസ് ഇട്ട് തുടങ്ങുന്നത്. കാരണം ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതെ, ജോബ് ഉള്ളതുകൊണ്ട് തന്നെ അതിൻ്റെതായ ബന്ധപ്പെട്ട് റീൽസും കുറെ കുറയ്ക്കേണ്ടി വന്നു. നമ്മൾ ഡെയിലി ഒരു റീൽസ് എങ്കിലും ഇടുന്ന നമ്മൾ മാസത്തിൽ ഒരു റീൽസ് ആക്കി, 2 റീൽസ് ആക്കി, അങ്ങനെ കുറഞ്ഞ് വന്നു. ഇപ്പൊ നമ്മൾ കൂടുതൽ ഇടാൻ ശ്രമിക്കും. എന്നാലും ജോലി കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് നമുക്ക് മാക്സിമം ഇടാൻ ഞങ്ങൾ ശ്രമിക്കും. പക്ഷെ നമ്മളെ ഇട്ടേ പറ്റുള്ളൂ, കാരണം നമ്മുടെ ചാനൽ ഭയങ്കര ഡൗൺ ആയിട്ട് വന്നേക്കാണ്. അപ്പൊ എന്തെങ്കിലും ഒരു മാർഗം കണ്ടുപിടിക്കണം എന്ന് വിചാരിച്ചിട്ടിരിക്കുകയാണ്. അതെ, അപ്പോൾ വീഡിയോ എന്താന്ന് പറയാം. നാളെ നമ്മുടെ സിയാൻകുട്ടൻ്റെ ബർത്ത്ഡേ ആണ്, 29th ജനുവരി. അപ്പോൾ അങ്ങനെ 4 വയസ്സാവാൻ പോകുന്നു. എനിക്ക് അതേ കാര്യത്തിൽ ഇപ്പോഴും ഡൗട്ടാണ്, 4 എന്നാണോ പറയുന്നത്, 5 എന്നാണോ പറയുന്നത്? 4 വയസ്സ് പൂർത്തീകരിച്ചു, 5ാമത്തെ വയസ്സിലേക്ക് കടന്നു. ഫിഫ്ത്തിലോട്ട് റൺ ചെയ്യുന്നു എന്ന് ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഒരുപാടൊന്നും വീഡിയോയിലൊന്നും ഉണ്ടാവാൻ ചാൻസ് ഉണ്ടാവില്ല, കാരണം മെയിനായിട്ട് പർച്ചേസ് ചെയ്യാനുള്ള കാര്യം ഞങ്ങൾ ഈ പ്രാവശ്യം ഒന്നും പ്ലാൻ ചെയ്തില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ആമസോണിൽ നിന്നൊക്കെ നേരത്തെ മേടിച്ച് എല്ലാം റെഡിയാക്കി വെക്കുന്നതാണ്. ഈ പ്രാവശ്യം ജോലി സംബന്ധമായ കുറെ തിരക്കുകളായിരുന്നു. അല്ലെങ്കിൽ നമ്മൾ എല്ലാ തവണയും നമ്മൾ കുറെ ഒരു കണ്ടന്റ് ബേസ് ആയിട്ടും അല്ല ഒത്തിരി ഡെക്കറേറ്റ് ചെയ്തും ഒരു സെലിബ്രേഷൻ മോഡിൽ നമ്മൾ എടുക്കാറുള്ളായിരുന്നു. പക്ഷേ ഈ തവണ എന്തുകൊണ്ട് പുറത്ത് ഔട്ട്ഡോർ ഷൂട്ടിംഗ് ഒക്കെ നമ്മൾ ചെയ്യാറുണ്ട്. പക്ഷേ ഈ തവണ നമ്മൾ ജോലി കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ പരിമിതമായ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെയാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് കാരണം ഇന്നിപ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസും പിന്നെ സെലിബ്രേഷൻ ചെയ്യണതിൻ്റെ വീഡിയോ അതും എനിക്ക് തോന്നുന്നു ഒരുപാട് ഉണ്ടാവില്ല, കാരണം ജോലിയൊക്കെ കഴിഞ്ഞ് വന്നു കഴിയുമ്പോഴേക്കും എങ്ങനെയാണ് ചെയ്യാൻ മൂഡ് എങ്ങനെയാണെന്നുള്ള കാര്യം നമുക്ക് അറിയത്തില്ല. ഒരു രക്ഷയില്ല. ഡെയിലി എൽഡനും അമ്മയാണ് ഏരായിട്ട് വരുന്നത്. എൻ്റെ അടുത്ത് പിന്നെ പേടിയുള്ളതുകൊണ്ട് എൻ്റെ അടുത്ത് അങ്ങനെ കളിക്കാനായിട്ട് വരത്തില്ല കേട്ടോ. അപ്പോൾ അപ്പോൾ ഈ വർഷത്തെ ഞങ്ങളുടെ ഫസ്റ്റ് വ്ളോഗാണ് കേട്ടോ ഇത്. ഞാൻ ഇതിന് മുമ്പ് കുറച്ച് വ്ളോഗൊക്കെ സൺഡേസൊക്കെ ഫ്രീ ആയിട്ട് കിട്ടുന്ന സമയത്ത് ഞാൻ ഷൂട്ട് ചെയ്തൊക്കെ വെച്ചു. പക്ഷേ ഒന്നും ഈ പറഞ്ഞ പോലെ എഡിറ്റ് ചെയ്ത് അല്ലെങ്കിൽ വോയിസ് ഓവർ കൊടുക്കാനായിട്ടൊന്നും എനിക്ക് സമയം കിട്ടിയില്ലായിരുന്നു കേട്ടോ. എല്ലാം ഇതേപോലെ തന്നെ ഇങ്ങനെ വ്ളോഗാക്കി വെച്ച് പകുതിയായിട്ട് എഡിറ്റ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ആവട്ടെ, ഇനിയിപ്പോൾ സിയാൻ്റെ ബർത്ത്ഡേ വരും, അതെന്തായാലും വെരി നെക്സ്റ്റ് ഡേ തന്നെ ഇടേണ്ട കാര്യമായതുകൊണ്ട് അതിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാമെന്ന് വെച്ചിട്ട് പിന്നെ ഞാൻ അതെല്ലാം വിട്ടു കേട്ടോ. അപ്പോൾ ആദ്യം ഞങ്ങൾ റോയലിൽ നിന്ന് മേടിക്കാമെന്ന് കരുതി. അപ്പോൾ റോയലിൽ ഈ ഡിസ്പ്ലേ ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. കേക്ക് 2 ടൈപ്പ് ഓഫ് കേക്ക് കണ്ടുള്ളൂ. അപ്പോൾ എനിക്ക് ഈ കണ്ട് മേടിച്ചാലും ഒരു സംതൃപ്തിയുള്ളൂ. അപ്പോൾ അത് കാരണം ഞാൻ പറഞ്ഞു പറഞ്ഞു വേറൊരു കടയിൽ ഇതേപോലെ തന്നെ ഉണ്ട്, ഷുഗർ ക്രേസി എന്ന് പറഞ്ഞിട്ടൊരു ബേക്കിംഗ് ഇതുണ്ട് കേട്ടോ, ഷോപ്പുണ്ട്. അപ്പോൾ ഞാൻ മേടിച്ചു അവിടെ നിന്ന് തന്നെ മേടിക്കും. കാരണം ഞങ്ങളുടെ കഴിഞ്ഞ വർഷത്തെ ആനിവേഴ്സറിക്കും സിയാൻ്റെ ബർത്ത്ഡേക്കൊക്കെ മേടിച്ചത് ഇവിടെ തന്നെ ആയിരുന്നു കേട്ടോ. ഇവിടെ ഇത് കണ്ടോ, ഇങ്ങനെ ഒരുപാട് ഡിസ്പ്ലേ ഉള്ള കേക്ക് കാണുമ്പോഴേക്കും നമുക്ക് മേടിക്കാൻ തോന്നും കേട്ടോ. നമുക്ക് കണ്ട് വിലയിരുത്തി മേടിക്കല്ല. അപ്പോൾ ആദ്യം ഒരു യെല്ലോ കളറിലാട്ടോ ഇവർ എഴുതിയത്. അപ്പം ഞാൻ പറഞ്ഞു എനിക്കത് കാണുന്നില്ല, പക്ഷേ ഇതിനകത്ത് ഈ വീഡിയോയ്ക്ക് അത് ശരിക്കും കാണുന്നുണ്ട് കേട്ടോ. പക്ഷേ നേരിട്ട് കാണുമ്പോൾ ഒട്ടും കാണുന്നില്ലാത്ത പോലെ തോന്നി. അപ്പം ഞാൻ അവരോട് പറഞ്ഞ കുറച്ച് ഡാർക്ക് കളറിലും കൂടി എഴുതിക്കുമെന്ന് പറഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ കയ്യിൽ ഈ പറഞ്ഞ പോലെ ഡെക്കറേഷനുള്ള ഒരു ഐറ്റംസും ഈ പ്രാവശ്യം ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ എല്ലാം ഞാൻ ഓരോന്നായിട്ട് മേടിക്കുമായിരുന്നു. പക്ഷേ ഇത് ഭയങ്കര നഷ്ടമായിരുന്നു കേട്ടോ. ഒരു കേക്കും ചോക്ലേറ്റും സ്കൂളിൽ കൊടുക്കാനുള്ള ചോക്ലേറ്റൊക്കെ മേടിക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഇതേപോലെ തന്നെ ബോക്സിലാണ് മേടിച്ചത്, കാരണം ഒരു 10, 22, 25 പിള്ളേരോളം ഉണ്ടെന്ന് തോന്നും. അപ്പോൾ അത് കാരണം ഞാൻ എന്ത് ചെയ്തു, ഇങ്ങനെ ബോക്സ് മേടിക്കാമെന്ന് കരുതി കേട്ടോ. അപ്പോൾ അതുമാത്രമല്ല, പിന്നെ സിയാന് ഡെയിലി സ്കൂളിൽ നിന്ന് വന്നു കഴിയുമ്പോൾ ഒരു ചോക്ലേറ്റ് വേണം കേട്ടോ. അപ്പോൾ ഞാൻ കരുതി എന്തായാലും ചോക്ലേറ്റും കൂടെ മേടിക്കാം. അങ്ങനെ ഞാൻ ഈ അപ്പുറത്ത് നിന്ന് യെല്ലോ കളർ ചോക്ലേറ്റ് ആട്ടോ ഞാൻ മേടിച്ചത്. അത് കണ്ടപ്പോൾ നല്ല ഭംഗി തോന്നി. പക്ഷേ എനിക്കൊരു ഭയങ്കര ഒരു ഫോറിൻ മിഠായിയുടെ ടേസ്റ്റ് ഒന്നും തോന്നിയില്ല. അവിടെ ഉണ്ടാകുന്ന ചേച്ചി അങ്ങനെയായിരുന്നു പറഞ്ഞത്, ഫോറിൻ മിഠായിയാണ്, ഇമ്പോർട്ട് ചെയ്തതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറഞ്ഞായിരുന്നു. ഞാൻ അങ്ങനെ മേടിച്ചതാണ്. പക്ഷേ വിലയുടെ ആ ഒരു ഗുണം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ എല്ലാ സാധനവും മേടിച്ച്, കേക്കും ഡെക്കറേഷനുള്ള സാധനവും ചോക്ലേറ്റും ഒക്കെ മേടിച്ചു കേട്ടോ. അങ്ങനെ ഒരു 1500 രൂപയോ അതിൻ്റെ അടുത്തും കണ്ട് പൈസ ഫുൾ പൊട്ടി. അങ്ങനെ നമ്മൾ പോവാട്ടോ തിരിച്ച്. ഭയങ്കര വില, ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. പൊള്ളുന്ന ചൂട്, ഒരു രക്ഷയില്ല. നമ്മൾ പറയില്ല ഫ്രൈ ചെയ്യാൻ വെച്ചു എന്ന് പറഞ്ഞ അവസ്ഥയായിരുന്നു കേട്ടോ. എനിക്കാണെങ്കിൽ തീരെ വയ്യായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു എങ്ങനെയെങ്കിലും ഒന്ന് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ലല്ലോ. അപ്പോൾ അതിന് മുമ്പ് എടുത്ത റീൽസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെയാണ് ഞാൻ ഡെക്കറേറ്റ് ചെയ്തത്. ചെറിയ രീതിയിൽ എടുക്കാമെന്ന് ചോദിച്ചു. പിന്നെ ഞാനത് മാറ്റി കുറച്ചും കൂടി ബലൂൺസൊക്കെ വെച്ചു. അങ്ങനെ സിയാൻകുട്ടി ഫൈനലി ഇങ്ങനെയായിരുന്നു കേട്ടോ. ഇതെല്ലാം ഞാൻ നൈറ്റാണ് ചെയ്ത് വെച്ചത്. പിറ്റേ ദിവസം രാവിലെ എൻ്റെ സിയാനെ സ്കൂളിൽ വിടാൻ നേരത്തെ ഇതേപോലെ
സിയാൻ്റെ ബർത്ത്ഡേയുടെ ദിവസം ടീച്ചർ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ പിറ്റേ ദിവസം ഞങ്ങൾ ഇടിപ്പിച്ചതാട്ടോ ഈ ഡ്രസ്സ്. ഇതായിരുന്നു ശരിക്കും ഞങ്ങൾ ബർത്ത്ഡേക്ക് മേടിച്ച ഡ്രസ്സ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇത് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. അതിൻ്റെ ഒരു ചെറിയ വീഡിയോ കേട്ടോ. അപ്പോൾ വീഡിയോ കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഞാനിങ്ങനെ എല്ലിനോട് പറയുമായിരുന്നു കേട്ടോ. കാരണം ഞങ്ങൾ സ്റ്റാൻഡ് വെച്ചിട്ട് എടുക്കുമായിരുന്നു, ആരും നോക്കാനുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇങ്ങനെ, ഞാൻ എല്ലിനോട് പറയുമായിരുന്നു ചെറിയ രീതിയിൽ പ്രയറൊക്കെ മതി, കാരണം അല്ലെങ്കിൽ ഈ ക്യാൻഡിൽ മുഴുവൻ കത്തി തീരുമെന്ന് പറയുമായിരുന്നു കേട്ടോ. ദൈവത്തിന്റെ പരിശുദ്ധ നാമത്തിൽ മാറട്ടെ. ആമേൻ. ഹാപ്പി ബർത്ത്ഡേ സിയാൻ, 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 ഹാപ്പി ബർത്ത്ഡേ സിയാൻ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ ടു യു. മോങ്ങോടി സിയാന് കൊടുക്ക, ഇനി സിയാന് വിളിച്ചു വിളിച്ചു. മിടുക്കൻ. അമ്മിക്ക് കൊടുക്കണ്ട. അമ്മി 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 അലമ്പാക്കി കളയുക. ഇത് അമ്മിക്ക് കൊടുത്തേ. അമ്മിക്ക് കൊടുക്കും, വായിൽ വെച്ച് കൊടുക്ക. മിടുക്കൻ. ഇത് എത്ര വയസ്സാന്ന് കാണിച്ചേ? 4 വയസ്സായി കാണിച്ചെടുത്തേ. ക്യാമറ കാണിച്ചെടുത്തേ. 4 പറഞ്ഞേ. എത്ര? 4. ഓക്കേ. ബൈ. ബൈ. അതിന് കിട്ടിയത് അത് മതി. വേറെ ഓക്കെ. മോനെ റോൾ കഴിഞ്ഞു. ബൈ. പൊന്നിന് വേണ്ട കേക്ക്, പിന്നിന് വേണ്ട കേക്ക്. കൊച്ചിന് തരും. അമ്മയുടെ മണിയിൽ പൊന്നിന് തരാലോ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു അമ്മ, ടു യു. അമ്മ തരുന്നത്. അപ്പോൾ ഞാൻ സിയാന് കേക്ക് കട്ട് കഴിഞ്ഞ് അപ്പം തന്നെ മാറ്റിയത് വേറൊന്നും കൊണ്ടല്ല കേട്ടോ. അവൻ കുഴച്ച് കളയും കേട്ടോ, കൈ കൊണ്ട് ചുമ്മാ. നമുക്ക് കഴിക്കാനും പറ്റില്ല, ആ തരത്തിലാക്കി കളയും അവന്. അപ്പോൾ ആദ്യമേ അങ്ങ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ വാശി അങ്ങ് പോവുമല്ലോ. അപ്പോൾ ഞങ്ങൾ ചെറിയ രീതിയിലൂടെ ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ. സ്റ്റാൻഡ് വെച്ചിട്ടാണ് എടുത്തത്. അങ്ങനെ 4 വയസ്സായി സിയാൻ കൊണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. എന്നാ ഇനി അടുത്ത വീഡിയോ ഒന്നും എനിക്കറിയത്തില്ല. എന്തായാലും പുതിയ വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ബൈ.